ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ, ബാക്കിയാണ്. സോ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ കാർട്ടിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ, പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ആ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്തിട്ട് ഓൾ കൊടുക്കുക, സോ ദാറ്റ് ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഈ ടേബിൾ ാണ് ആണോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഈ സാധനങ്ങൾ അൺബോക്സ് ചെയ്യാം. ഇത് ഇന്നലെ വന്ന സാധനമാണ്. ഓക്കെ, സോ ഇതാണ് കേട്ടോ ഐറ്റം. ഇതൊരു ലാമ്പാണ്, ഒരു ലൈറ്റാണ്. സൺസെറ്റ് ലാമ്പ് എന്നൊക്കെയാണ് കേട്ടോ അതിൻ്റെ. അറ്റ്മോസ്ഫിയർ ലാമ്പ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഇങ്ങനെ ഒരു പ്രൊജക്ടർ ലൈറ്റ് പോലെ ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പല കളേഴ്സിലായിട്ട് ഇങ്ങനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ വരും. സോ ഇത് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കളേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത്. ആദ്യം തന്നെ നമുക്കൊരു, അയ്യോ അത് കിട്ടണില്ല, എന്താ വരാത്തെ? ഓക്കെ, ഇതിൻ്റെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. റിമോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ലൈറ്റ്. ആ ലൈറ്റുമ്മ കൂടെ തന്നെയാണ് ഇതിൻ്റെ വയറും വന്നിട്ടുള്ളത്. സോ ഓക്കെ ഇതിങ്ങനെ ആക്കിയിട്ട് ഈ സാധനം കണ്ടോ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാണ് വേണ്ടത്. നമുക്കിതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അയ്യോ, ഓക്കെ, ഫിറ്റ് ചെയ്തു കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റുമോ? പിന്നെ എന്തിനാ ഈ സാധനം? അയ്യോ, ഫുള്ള് ഓടിപ്പോന്നു. അയ്യോ, ഓക്കെ, ഇത് ലെങ്ത്ത് കൂട്ടുന്നത് തന്നെയാണോ കേട്ടോ? ശരിയാ. ഓക്കെ, ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു ബേസിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും. ഇതിങ്ങനെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ. ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റായത്. അപ്പം അതും സെറ്റായി. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം കേട്ടോ. ഇതിന് USB പിന്നാണ് വരുന്നത്. സോ ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജറിൻ്റെ ഏതെങ്കിലും അഡാപ്റ്റർ എടുത്തിട്ട് വരാം. ഇവിടെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ ഇത് പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ, ഓക്കെ, പ്ലഗ് ഇൻ ചെയ്തു. കണ്ടോ ലൈറ്റ്? ഞാൻ എൻ്റെ മുഖത്ത് കടിച്ചാലത്. ഇനി നമുക്ക് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. റെഡാക്കി കൊടുത്തു. എനിക്ക് കണ്ണ് കാണുന്നില്ല, എൻ്റെ കണ്ണിലേക്ക് അടിച്ചപ്പോൾ. കാണുന്നുണ്ടോ നിങ്ങൾക്ക് വല്ലതും? എനിക്കൊന്നും കാണാനില്ല. ഓക്കെ, അപ്പോൾ റെഡ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്രീൻ
ഇത് എന്താ ബ്ലൂ. നെക്സ്റ്റ് ഇസ് ബ്ലൂ. ബ്ലൂ കൊള്ളാം. വൈറ്റ്, ഇതാണ് വൈറ്റ്. ഓക്കെ, യെല്ലോ, നൈസ്. ഇതിപ്പോൾ എൻ്റെ കണ്ണിലടിച്ചുകൊണ്ട് എനിക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ ഇതാരും കണ്ണിലേക്ക് അടിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ്, സ്ട്രോബ്, ഫെയ്ഡ്, സ്മൂത്ത്. ഫ്ലാഷാക്കി നോക്കാം. ഓക്കെ, പല കളേഴ്സും ഇങ്ങനെ ഫ്ലാഷ് മോഡിൽ ഇങ്ങനെ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രോബ്, മിന്നി മിന്നി തിളങ്ങുന്നു. ഫെയ്ഡ്. ഓക്കെ, ഓരോ കളേഴ്സും ഇങ്ങനെ പതുക്കെ 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 പൊയ്ക്കൊണ്ടിരിക്കണം. കൊള്ളാലോ. ഇനി ഇതിൻ്റെ ഒരു ഓഫ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നോക്കണം. എന്നാലേ അത് കുറച്ചുകൂടെ വിസിബിളായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുള്ളൂ. അപ്പം ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരട്ടെ റൂമിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം ഞാൻ ഫെയ്ഡ് മോഷനിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറി മറിയുന്നത്. കുറച്ച് നേരം അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇത് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ക്രിസ്റ്റലാണ് കേട്ടോ. ഇത് വന്നിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് പേരിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. സോ നമ്മൾ ബ്ലൂ കളറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് ചുമ്മാ ഇതിമ്മ കൈവച്ച് ഇങ്ങനെ ആക്കുമ്പോൾ പോലും നമ്മുടെ തൊലിയൊക്കെ നീങ്ങുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഷാർപ്പാണിത്. സോ ഇത് കയ്യിലൊക്കെ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കൈ മുറിയാൻ ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാർ ഇത് വെച്ച് ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് അപ്പോൾ എനിക്കിവിടെ നല്ലോണം ഹെയർസ് ഉണ്ട്, വിസിബിളായിട്ടുള്ള ഹെയർസ് തന്നെയാണ് കേട്ടോ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. പേടിയാണ് മമ്മി. അയ്യോ, ഇത് പെയിൻ ഉണ്ട് കേട്ടോ. അതായത് എപ്പിലേറ്റേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നമ്മൾ മുടിയെടുക്കുമ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, വേദന ഉണ്ടാവില്ലേ, അതേ ഒരു വേദനയാണ് ഇത് വെച്ച് ചെയ്യുമ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഗൈസ്, മുടി പോരുന്നുണ്ട് കേട്ടോ. അതാ ഇതുമ്പോൾ കുഞ്ഞു മുടി ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. പതുക്കെ പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ലൈക്ക് മുടി പോരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നും എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലത്തെ സ്കിന്നൊക്കെ അടിപൊളി വെച്ച് മുടി കളയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഈ പോർഷനിലത്തെ മുടി ഫുൾ പോയി. ആൻഡ് ഒരു 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 സ്മെല്ലുണ്ട്. അതായത് നമ്മുടെ മുടിയൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ല്. പിന്നെ നമ്മൾ ഈ കല്ലൊക്കെ ഇട്ട് ഉരച്ച് 2 കല്ല് കൊണ്ട് നമ്മൾ തീ ഉണ്ടാക്കാൻ വേണ്ടി ഉരക്കൂലേ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു സെയിം സ്മെല്ലാണ് കേട്ടോ ഇത് ചെയ്യുമ്പോഴും. പക്ഷെ മുടി നല്ല അടിപൊളിയായിട്ട് പോയി അവിടുന്ന്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ലൈക്ക് നമ്മളിപ്പോൾ വാക്സ് ചെയ്യുന്ന ആ ഒരു പെയിനൊന്നും എനിക്ക് ഇതുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല. ചുമ്മാ ഇങ്ങനെ ഇട്ട് ഉരച്ചു കൊടുത്താൽ മതി. സോ നമുക്ക് ലൈക്ക് പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ ഉണ്ട് ആൻഡ് നമുക്ക് കാലുമത്തെയും കയ്യിലത്തൊക്കെ മുടി പെട്ടെന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് സിമ്പിളായിട്ട് കളയാൻ പറ്റും കേട്ടോ. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഒരു ഹോപ്സും ഇല്ലാതെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം മേടിച്ചതാണ് ഈ ഒരു സാധനം. പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. കണ്ണാടി പോലെയാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും.
എന്നാലും ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ്. സോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഒരു ഫോർമുല RX എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് മലാസിയ ഹൈഡ്ര വെയിൽ ജെൽ മോയ്സ്ചറൈസറാണ്. അതായത് ഞാൻ സ്ഥിരമായിട്ട് ഇവരുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ വേരിയൻ്റ് അല്ല, വേറൊരു വേരിയൻ്റാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. സോ ഓ മൈ ഗോഡ്, ഇതിൻ്റെ കളറുള്ളൂ നല്ല അടിപൊളി മഞ്ഞ കളർ കേട്ടോ. ഒരു പ്രത്യേക മഞ്ഞ കളർ, ലെമൺ യെല്ലോ ഒക്കെ അല്ലേ, ആ ഒരു യെല്ലോ കളറാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ പാക്കേജിങ്. മറ്റേതിൻ്റെ സെയിം പാക്കേജിങ് തന്നെയാണ്, കളറ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കേട്ടോ. എനിക്ക് ഈ പാക്കേജിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ഒരു കളറ്. സോ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് SPF 60 ഉള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. സോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു SPF 60 ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും 50 ആണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. സോ കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നതല്ലേ നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ ഇത് കണ്ടപ്പോൾ ഇത് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് ഇവിടെയാണ് പൊട്ടിക്കേണ്ടത്. ഇതിങ്ങനെ ടയർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ടയർ ചെയ്തപ്പോൾ അത് കീറിപ്പോയി. അല്ലാണ്ട് ഞാനിതിൻ്റെ റിവ്യൂ ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. സോ ഇതാണ് അവരുടെ മിനിമലിസ്റ്റിൻ്റെ ഒരു സ്ഥിരം കൈൻഡ് ഓഫ് പാക്കേജിങ്. അടുത്തതും വന്നിട്ട് ഒരു സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് ഡെർമാക്കോടെ SPF 60 ഉള്ള സെയിം PA4+ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതേവരെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ മേക്കപ്പിന് പകരം ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ഞാൻ കണ്ടു, അതുകൊണ്ട് മേടിച്ചതാണ്. സോ ഇതാണ് പാക്കേജിങ്. ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ, 30 ഗ്രാമിൻ്റെ ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. ബിക്കോസ് ഇത് കുറച്ച് പ്രൈസി ആണ്. ഇതിൻ്റെ പ്രൈസ് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു 30 ഗ്രാം ഓഫ് പ്രോഡക്റ്റിന് വരുന്നത് 499 റുപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 50 ഗ്രാമിന് അതിലും നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാണ്ടിരുന്നത്. സോ ഇത് പൊട്ടിക്കുമ്പോൾ ഇതാ ഒരു കുഞ്ഞു സാധനം. ഇതിൽ 1% ഹൈലറോണിക് ആസിഡൊക്കെ ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ടൊക്കെയാണ് ഞാനത് മേടിച്ചത്. ആൻഡ് സോ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു സൺസ്ക്രീനാണ്. ഇത് വന്നിട്ട് സൺ സ്റ്റിക്കാണ് കേട്ടോ. അതായത് സ്റ്റിക്ക് ഫോമിലുള്ള ഒരു സൺസ്ക്രീനാണ്. ഇതിൽ SPF 50+ ഉണ്ട്. ആൻഡ് ഓൾസോ ഇതിനും 4+ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ. സോ ഇത് വന്നിട്ട് സോ ട്രൂ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ചെറിയൊരു സ്റ്റിക്കാണ്. ഇതിൻ്റെ ആകെ 13 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ഉള്ളൂ. സോ ഇതാണ് സാധനം. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ പ്രോഡക്റ്റ് മുകളിലേക്ക് വരും. സോ ഇതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ഞാൻ ചെയ്യാം. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അടുത്ത പ്രോഡക്റ്റ്, ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതും ആമസോണിൽ നിന്നാണ്. ഓക്കെ, സോ ഇതൊരു ലിപ്സ്റ്റിക്കാണ്. മേബിലിൻ ന്യൂയോർക്കിൻ്റെ അൾട്ടിമാറ്റ് റേഞ്ചിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ ഒരു ഷെയ്ഡ് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മോർ റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. സോ എനിക്കത് യൂസ് ചെയ്തിട്ട് ആ ഷെയ്ഡും ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഫോർമുല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ വേറൊരു ഷെയ്ഡാണ് മേടിച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് മോർ ടോപ്പ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. സോ ഇതിൻ്റെയും സെപ്പറേറ്റ് റിവ്യൂ സ്വാച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ചുമ്മാ ഒരു സിമ്പിൾ ഒരു വീഡിയോ ആണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു നിങ്ങളെ കാണിക്കുന്നു. അപ്പോൾ
അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെ ഒക്കെ ലിങ്ക് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാം കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.